സെപ്റ്റംബർ 17 വിശുദ്ധ റോബർട്ട് ബെല്ലാർമിൻ, മെത്രാൻ, വേദപാരംഗതൻ. ഇറ്റലിയിലെ കപ്പുവയിലെ ആർച്ച് ബിഷപ്പ്, റോമൻ കോളേജിൻ്റെ റെക്ടർ, കുമ്പസാരക്കാരൻ, കർദിനാൾ, സഭയുടെ ഡോക്ടർ, ദൈവശാസ്ത്രജ്ഞൻ, പ്രൊഫസർ, എഴുത്തുകാരൻ, പ്രസംഗകൻ, മധ്യസ്ഥൻ, പാവങ്ങളുടെ പിതാവ്, പാഷണ്ഡികളുടെ ചുറ്റിക, കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പ്രചാരകരുടെയും സംരക്ഷകരുടെയും മാതൃക എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കുക. 1542 ഒക്ടോബർ 4 ഇറ്റലിയിലെ ടസ്കനിയിൽ മോന്തേപുൾച്ചിയാനോ എന്ന പ്രദേശത്ത് ഒരു പ്രഭു കുടുംബത്തിൽ റോബർട്ട് ബെല്ലാർമിൻ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ മാതാവ് സിന്ധ്യ സെർവിനിയുടെ സഹോദരനാണ് മാർപ്പാപ്പയായിരുന്ന മാർസെല്ലസ് രണ്ടാമൻ. ഭക്തനും സമർത്ഥനുമായ റോബർട്ട് സ്ഥലത്ത് ജെസ്യൂട്ട് കോളേജിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം റോമായിൽ ഈശോ സഭയുടെ നോവീഷ്യേറ്റിൽ ചേർന്നു. ആരോഗ്യം അത്ര മോശമായ ഒരവസ്ഥയല്ലെങ്കിൽ കൂടിയും പരിതാപകരമായിരുന്നു. തത്വശാസ്ത്ര പഠനം കഴിഞ്ഞ് അദ്ദേഹം ഫ്ലോറൻസിലും മോൺട്രിയായിലും പാദുവായിലും അവസാനം ലുവൈനിലും പഠിച്ചു. ലുവൈനിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പാഷണ്ഡതകൾക്കെതിരായി പ്രസംഗിക്കുവാൻ അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ തത്വങ്ങൾ സമർത്ഥമായി വിനിയോഗിച്ച് പ്രസാദപരം, സ്വതന്ത്ര മനസ്സ്, പേപ്പൽ അധികാരം എന്നിവയെ സംബന്ധിച്ച പാഷണ്ഡതകളെല്ലാം അദ്ദേഹം സമർത്ഥമായി നേരിട്ടു. ഈ വാദപ്രതിവാദങ്ങളിലുണ്ടായ വിജയം പരിഗണിച്ച് 13-ാം ഗ്രിഗോറിയോസ് മാർപ്പാപ്പ അദ്ദേഹത്തെ റോമയിൽ ദൈവശാസ്ത്ര വിവാദ മണ്ഡലത്തിൽ നിയമിച്ചു. പിന്നീട് അദ്ദേഹം അവിടെ റെക്ടറായി. അക്കാലത്താണ് വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗായുടെ ആത്മപരിപാലനം ഏറ്റെടുത്തത്. റോമൻ കോളേജിൽ താമസിച്ച 11 കൊല്ലങ്ങൾക്കിടയ്ക്കാണ് അദ്ദേഹം തർക്കങ്ങൾ, ഡിസ്പ്യൂട്ടേഷൻസ് എന്ന ഗ്രന്ഥം രചിച്ചത്. ഫാദർ റോബർട്ട് എഴുതിയ വേദോപദേശം നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നും അത് ഇറ്റലിയിൽ പാഠപുസ്തകമാണ്. 1599 അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തി. പ്രസ്തുത സന്ദർഭത്തിൽ അദ്ദേഹത്തിന് തുല്യനായി വേറൊരു ദൈവശാസ്ത്രജ്ഞൻ ഇല്ലെന്നാണ് 8-ാം ക്ലെമന്റ് മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടത്. അതേ മാർപ്പാപ്പ അദ്ദേഹത്തെ കാപ്പുവായിലെ ആർച്ച് ബിഷപ്പായി അഭിഷേകം ചെയ്തു. കാർഡിനൽ ബെല്ലാർമിൻ റോമയിൽ തൻ്റെ തപോജീവിതം തുടർന്നുകൊണ്ടിരുന്നു. ദരിദ്രരെ തന്നാലാവും വിധം സഹായിച്ചുകൊണ്ടുമിരുന്നു. അവസാന കാലത്ത് അദ്ദേഹം വത്തിക്കാൻ ലൈബ്രറിയനും മാർപ്പാപ്പയുടെ ഉപദേഷ്ടാവുമായി. മരിക്കുക എന്ന കല, ദ ആർട്ട് ഓഫ് ഡൈയിങ് എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം വിശദമാക്കുന്നത് പോലെ അദ്ദേഹം മരിക്കാൻ സദാ തയ്യാറായിരുന്നു. തൻ്റെ 80-ാം വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ 1621 സെപ്റ്റംബർ 17 വിശുദ്ധിയുടെ പ്രസരണത്തോടെ അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1930 ബെല്ലാർമിനെ വിശുദ്ധനെന്നും പിറ്റേ വർഷം വേദപാരംഗതനെന്നും 11-ാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. വചനം 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 23-ാം വാക്യം. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടയാകട്ടെ. വിചിന്തനം. ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ നമ്മുടെ എല്ലാം ചിന്ത അതെല്ലാം അസാധ്യമാണ് എന്നാണ്. നന്നായി പരിശ്രമിക്കുന്നവരുമുണ്ട്. വിശുദ്ധന്മാരുടെ ഗ്രന്ഥങ്ങൾ ഉപവിയും എളിമയും വിശുദ്ധിയും വിരക്തിയും നിറഞ്ഞു നിൽക്കുന്നവയാണ്. അവ വായിച്ചാൽ അവരുടെ വിശുദ്ധിയും സുഹൃത ജീവിതവും നാം അനുകരിക്കാതിരിക്കുകയില്ല.